സലീം ചിസ്തിയുടെ ശവകുടീര മന്ദിരത്തിലാണ് ഫത്തേഹ് സിക്രി കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത്. ഫത്തേഹ് സിക്രിയിലെ ജാമി മസ്ജിദിൻ്റെ അങ്കണത്തിലാണ് സലീം ചിസ്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്തിരുന്നത്. AD 1871 മസ്ജിദിനൊപ്പം തന്നെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മണൽക്കല്ല് നിർമ്മിതിയായ ഇത് ജഹാംഗീറിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തിലും ഷാജഹാൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിലും ആ കാലഘട്ടത്തിൻ്റെ ശൈലിയനുസരിച്ച് എപ്പോഴെങ്കിലും കൂടുതൽ ചെലവേറിയ മാർബിൾ ഘടനയായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ചുറ്റുപാടുമുള്ള ഘടനകൾ അതിൻ്റേതായ പ്രകാശവും വായുസഞ്ചാരമുള്ളതുമായ സ്വഭാവം നൽകുന്നു. അത് വെട്ടിയും മിനുക്കിയും ഉന്മേഷമുള്ളതുമാക്കിയ ഒരു രൂപം കാണപ്പെടുന്നു. സലീം ചിസ്തിയുടെ ശവകുടീരം മാർബിളാൽ ചുറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ മാർബിളാൽ ചുറ്റപ്പെട്ട സലീം ചിസ്തിയുടെ ശവകുടീരം കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ അങ്കണത്തിലൂടെ നടക്കുകയാണ്. നിരവധി അടക്കം ചെയ്ത ശവക്കല്ലറുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരുടെയൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ചിലതൊക്കെ പച്ച തുണി വിരിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ ചുവന്ന ചെങ്കൽ കൊണ്ട് നിർമ്മിച്ചതാണ്. അങ്കണത്തിലും നിരവധി ശവക്കല്ലറുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വരാന്തകളിൽ ചിലരെ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നതാണോ എന്നറിയില്ല, അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അങ്കണത്തിൽ നമ്മളിപ്പം കണ്ടതാണ്. നിരവധി ശവക്കല്ലറകളാണിത്. ഈ കല്ലറകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വരാന്തയിലൂടെ നീങ്ങുമ്പോൾ വരാന്തകളിലും ശവക്കല്ലറുകൾ കണ്ടിട്ടുണ്ട്. കല്ലുകൾ കൊണ്ട് മറക്കപ്പെട്ട ശവക്കല്ലറുകളും അതിന് നിരവധി വസ്ത്രങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പച്ച പുതച്ചത് ആയ ശവക്കല്ലറ കണ്ടിട്ടുണ്ട്. വരാന്തയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ശവക്കല്ലറകളൊക്കെ കാണുന്നത്. അതുകൂടാതെ തന്നെ ഒരു അകത്ത് റൂമിലും ഒക്കെ ശവക്കല്ലറകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ അവർക്ക് ചുറ്റും ചില ശവക്കല്ലറുകളുടെ ചുറ്റും ഒരുപാട് പേര് ചുറ്റും കൂടിയിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്ന ശവക്കല്ലറ ഒരു റൂമിൻ്റെ ഉള്ളിലാണ്. ഇതിലൊരു ചെറിയ ശവക്കല്ലറയും രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഇതിവിടെ ശവക്കല്ലറയുടെ അടുത്ത് തന്നെ കുറേ ആൾ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ശവക്കല്ലറ മാത്രമല്ല വലിയ കുടങ്ങൾ കൂടി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എത്രയോ ദൂരം വരെ വ്യാപിച്ച് കിടക്കുന്ന ശവക്കല്ലറകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. (48 ഇഞ്ച് ചതുരം വിസ്തീർണമുള്ള സുഷിരങ്ങളുള്ള സ്ക്രീനുകളാൽ നിറഞ്ഞ ഇൻ്റർ സ്പേസുകളുള്ള തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന അതിൻ്റെ മേൽക്കൂരയ്ക്ക് ചുറ്റും വിശാലമായ വരാന്തയുണ്ട്.
തൂണുകളിൽ പിന്തുണക്കുന്ന ഒരു പൂമുഖം തെക്ക് വശത്ത് നിന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ വളരെ വിശാലമായ ഈവുകളെ പിന്തുണക്കാൻ ചുറ്റും കുത്തിയെടുത്ത ബ്രാക്കറ്റുകൾ ഉണ്ട്. കെട്ടിടം തന്നെ താഴ്ന്നതും ആകർഷണീയമല്ലാത്തതുമാണ്. എന്നാൽ അത് നിർമ്മിച്ച മെറ്റീരിയലിനെയും അതിൻ്റെ ഫലത്തിനായി മെറ്റീരിയൽ കൈകാര്യം ചെയ്തിരിക്കുന്ന എന്തെന്നറിയാൻ രീതിയെയും ആശ്രയിച്ചിരിക്കുന്നു. പൂമുഖം രൂപപ്പെടുന്ന തൂണുകൾ അവയുടെ കട്ടകളും മൂലധനവും അവയുടെ പാറ്റേൺ ചെയ്ത ഷഫ്റ്റുകളിൽ നിന്ന് മുളച്ചു വരുന്ന ബ്രാക്കറ്റുകളും അതിൻ്റെ സവിശേഷതകളാണ്. മാർബിളിൽ കുത്തിയെടുത്ത സിസ്തിയുടെ ശവക്കല്ലറയുടെ മുന്നിലെത്തുകയും ശവക്കല്ലറയിൽ ചുറ്റും പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. ചുമരുകളിൽ മനോഹരമായ ചിത്രപ്പണികളാൽ കൊത്തിവെച്ച ഇതും കാണാൻ പറ്റും. അത് ചുറ്റുമുണ്ടായിരുന്നു. ചുമരുകളിലെല്ലാം തന്നെ ഒരു റോസാപ്പൂ പോലെയുള്ള ഒരു ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പഴക്കം തന്നെ ആ ചിത്രത്തിന് വിളിച്ചറിയിക്കുന്നുണ്ട്. ഏറ്റവും നല്ല വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചിത്രമാണ്. ഇതേ ചിത്രം തന്നെ ഞങ്ങൾ താജ്മഹലിൻ്റെ മുന്നിലും കണ്ടതിൻ്റെ അതേ സദൃശ്യം കാണുന്നുണ്ട്. ഇതാണ് സലീം ചിസ്തിയുടെ ശവക്കല്ലറ. ഇതിന് മുകളിൽ താഴികക്കൊടുവുണ്ട്. ഇത് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു. പുറത്തു തന്നെ അതിൻ്റെ ജനലും വാതിലുകളിലൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പേ വിവരിച്ചത്. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇതിന് ചുറ്റും വരാന്തകളുണ്ട്. ഇതാണ് സലീം ചിസ്തിയുടെ ശവക്കല്ലറ. ചുറ്റും കാണുന്നത് बेटा मेरे पास पैसा नहीं है. पैसा बोल है, सब लोग ले रहा है. देखो 100 में 3 दे रहा है. सॉरी मम्मी दे जाओ 10 रुपये झाड़ू वाले को दे जाओ. अरे खाना खा लेगा बेटा, गरीब आदमी है, दे जाओ. हेलो फोटो मैडम ले जाओ. ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ആഗ്ര സിറ്റിയുടെ പൂർണ്ണമായ രൂപം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ആഗ്ര സിറ്റി മുഴുവനും പകുതിയിലേറെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൊത്തുപണികൾ തന്നെ വളരെയധികം മനോഹരമാണ്. വളരെ ഹൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ചെങ്കലിൽ കൊത്തിയുണ്ടാക്കിയ പല രൂപങ്ങളും ഉണ്ടായിരുന്നു. എത്ര നോക്കിയാലും മതിവരാത്തത്ര കലാസൃഷ്ടികൾ നമുക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
This way to go. Please go. Hello. Sir, please come. Hello, sir. Hello. आगरा फोर्ट है हाँ जी आगरा हाँ है ओके मैडम था हाँ भाई kitchen. Elephant kitchen. Very cheap. 10 rupees. 10 rupees. राशिदा फोन कर रहा है उनकी आप रख लें ഇതാണെങ്കിലും നല്ല ഫോട്ടോ എടുക്കാം പക്ഷേ അല്ലേ हाँ चप्पल चप्पल